നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് കവർച്ച വ്യാപകമാകുന്നു. പോലീസ് നടപടികൾ പഴയതുപോലെ മാത്രം. കേരളത്തെ വരൾച്ച ബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് കുന്നംകുളം മർച്ചന്റ് അസോസിയേഷൻ. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി വിദ്യാഭ്യാസ ശില്പശാല പെരുമ്പിലാവ് TVM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. നൈസ് ടിവിയുടെ ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള ബമ്പർ നറുക്കെടുപ്പ് നടത്തി. കുന്നംകുളം BJPയിൽ ഗ്രൂപ്പ് പോലും ഒഴുകുന്നു. തൂപ്പുകാരൻ മുതലാളിയായെന്ന് വിമത വിഭാഗം. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് കവർച്ച വ്യാപകമാകുന്നു. പോലീസ് നടപടികൾ പഴയതുപോലെ മാത്രം. നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം കുന്നംകുളത്ത് വീടുകൾ കേന്ദ്രീകരിച്ച കവർച്ചയും പിടിച്ചുപറിയും വ്യാപകമാകുന്നു. വീട് പൂട്ടി കുടുംബങ്ങൾ പുറത്തു പോകാൻ കഴിയാത്ത വിധമാണ് നഗരത്തിൽ കവർച്ച അരങ്ങേറുന്നത്. മോഷണ കേസുകളിൽ പോലീസ് അന്വേഷണം പതിവ് പോലെ. കഴിഞ്ഞ ദിവസം CI SI എന്നിവരും പോലീസുകാരും താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം ഗാന്ധിജി നഗർ ഫസ്റ്റ് അവന്യൂവിൽ കാക്കശ്ശേരി ചാർലിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. KSRTC ജീവനക്കാരനായ ചാർലിയും കുടുംബവും പരുമല പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ മണിച്ചിത്രത്താഴ് പൂട്ട് തകർത്ത് 12 പവനും 15,000 രൂപയും മോഷിച്ച വിവരം അറിഞ്ഞത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഓഫീസറുടെ അടുത്ത ബന്ധുവാണ് ചാർലിയും കുടുംബവും. പോലീസ് രാത്രികാല പെട്രോളിംഗ് നടത്തിയ ശനിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നിട്ടുള്ളത് എന്നാണ് സൂചന. പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം നടന്ന മോഷണം പോലീസിന് തന്നെ വെല്ലുവിളിയായിരിക്കുകയാണ്. ഡിസംബർ 29-ന് കുന്നംകുളം തെക്കേപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുലിക്കോട്ടിൽ സനിലിന്റെ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ പട്ടാപ്പകൽ കുത്തിപ്പൊളിച്ചാണ് 11 പവൻ ആഭരണങ്ങളും 24,000 രൂപയും കവർച്ച ചെയ്തത്. ഭാര്യയെ ചെമ്മണൂർ സ്കൂളിൽ കൊണ്ടുചെന്നാക്കിയ ശേഷം ബൈക്കിൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായി കണ്ടെത്തിയത്. രാവിലെ 10-നും 10:30-നും ഇടയിൽ നടന്ന മോഷണം പോലീസ് തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. മോഷ്ടാക്കളെ കണ്ടെത്താൻ കുന്നംകുളത്ത് സ്പെഷ്യൽ സ്ക്വാഡ് ഇല്ലാത്തത് അന്വേഷണത്തെ ബാധിക്കുന്നു. മുമ്പ് CIയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് സജീവമായി രംഗത്തുണ്ടായിരുന്നു. മോഷണം നടന്നാൽ പ്രാഥമിക അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നതല്ലാതെ മോഷ്ടാക്കളെ കണ്ടെത്താൻ കാര്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. കേരളത്തെ വരൾച്ച ബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് കുന്നംകുളം മർച്ചന്റ് അസോസിയേഷൻ. ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തെ വരൾച്ച ബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് വർഗീസ് നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. അരുവായി ശ്രീ ചിറവരമ്പത്തുക ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയോടനുബന്ധിച്ച് ഭഗവതിക്ക് പൊങ്കാലയർപ്പിച്ചു. രാവിലെ ആരംഭിച്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ വേണാട് ശിവപ്രസാദ് നമ്പൂതിരി പൊങ്കാലയടുപ്പിൽ തീയിട്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. ശേഷം കലം കരിച്ച് നിയോഗത്തിൽ അനുഗ്രഹം അർപ്പിച്ചു. പൊങ്കാല സമർപ്പണത്തിന് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാട്ടകാമ്പാൽ കണ്ടംപുള്ളി ക്ഷേത്രത്തിൽ നടന്ന മകരച്ചൊവ്വ മഹോത്സവം മനോഹരമായി.
തിറ, തെയ്യം, ചെണ്ടമേളം തുടങ്ങിയ നാടൻ രൂപങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. മങ്ങാട് കോതോട് കുടുംബക്ഷേത്രത്തിലും മകരച്ചൊവ്വ ആഘോഷിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി വിദ്യാഭ്യാസ ശില്പശാല പെരുമ്പിലാവ് TVM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ശില്പശാല പെരുമ്പിലാവ് TMVHSSൽ നഗരസഭാ കൗൺസിലർ AA അസീസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ BPO ജോൺ പുലിക്കോട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. KJ ഡേവിസ്, CB ജലീൽ, അന്തിക്കാട് BPO VB സാജൻ, പ്രകാശ് ബാബു, T രാജഗോപാൽ, സാജു ജെയിംസ്, KN ഇന്ദ്രൻ, NA സ്കന്ദകുമാർ, K വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. MAB Bank Home, Ground Floor, MAB Arcade, Jerusalem, പഴഞ്ഞി. കൊതിയൂറും രുചിക്കൂട്ടുകളുമായി MAB Bank Home ഡിസംബർ 17 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തദവസരത്തിലും തുടർന്നും താങ്കളുടെയും കുടുംബത്തിന്റെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. MAB Bank Home, Ground Floor, MAB Arcade, Jerusalem, പഴഞ്ഞി. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4She കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്കാവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും.
ഫോർ ഷീ കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. നൈസ് ടിവിയുടെ ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള ബമ്പർ നറുക്കെടുപ്പ് നടത്തി. നൈസ് ടിവിയുടെ ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ബമ്പർ നറുക്കെടുപ്പ് നടത്തി. നൈസ് ടിവി ഓഫീസിൽ വെച്ച് നടന്ന നറുക്കെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കെ ജയശങ്കർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK കൗസല്യ എന്നിവരാണ് സമ്മാനാർഹരെ തിരഞ്ഞെടുത്തത്. ബമ്പർ സമ്മാനങ്ങളിൽ ഫ്രിഡ്ജ് ലഭിച്ചത് സാം മണ്ടുമ്പാൽ പട്ടിത്തറം, LCD TV ലഭിച്ചത് ചിറ്റം അഡ്വക്കേറ്റ് ജേക്കബ് RP, സ്മാർട്ട് ഫോൺ ലഭിച്ചത് ബിൽമി പ്രേമൻ, വാഷിംഗ് മെഷീൻ ലഭിച്ചത് രാകേഷ് കിഴക്കുമുറി എന്നിവർക്കാണ്. 150 പ്രോത്സാഹന സമ്മാനാർഹരെയും തിരഞ്ഞെടുത്ു. സമ്മാനങ്ങൾ ഫെബ്രുവരി 17 വെള്ളിയാഴ്ച 5 മണിക്ക് നൽകുന്നതാണ്. നൈസ് ടിവിയുടെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് വരിക്കാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പിന്റെ ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും സംബന്ധിക്കുന്നത്. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും 2000-ഓളം പ്രേക്ഷകരുള്ള കുടുംബങ്ങളിലേക്ക് ഈ പ്രദേശത്തും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വാർത്തകൾ സമയാസമയങ്ങളിൽ എത്തുന്നതിൽ നൈസ് ടിവി അതീവ താല്പര്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ സദുദ്യമം 6ാം വാർഷികം ആഘോഷിക്കുന്ന നൈസ് ടിവിക്ക് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാവിധ തരത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിനകത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പകർന്നു നൽകുന്ന നൈസ് ടിവിയുടെ ഈ സദുദ്യമത്തിന് എല്ലാവിധ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകുന്നു. ഭാവിയിൽ വലിയ തോതിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നൈസ് ടിവിയുടെ പ്രവർത്തകർക്കും ഇതിന്റെ അണിയറ സഹപ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. 6ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന വരിക്കാരുടെ കൂപ്പന്റെ നറുക്കെടുപ്പാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലെ 2000-ഓളം കുടുംബങ്ങൾ ഈ വരിക്കാരിൽ നിന്ന് നറുക്കെടുത്ത് അവർക്കൊരു പ്രോത്സാഹനമായി കൊടുക്കുന്ന 150ഓളം വരുന്ന സമ്മാനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൽ വളരെ പങ്കുവഹിച്ചും കൊണ്ടാണ് അവർ ഈ കർത്തവ്യം നിറവേറ്റുന്നത്. കുന്നംകുളം BJPയിൽ ഗ്രൂപ്പ് പോലും ഒഴുകുന്നു. തൂപ്പുകാരൻ മുതലാളിയായെന്ന് വിമത വിഭാഗം. കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ MV ഉല്ലാസ്, CB ശ്രീഹരി, മഹേഷ് തിരുത്തിക്കാട് എന്നിവരെ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയതോടെ BJPയിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. കഴിഞ്ഞ ദിവസമാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ് KS രാജേഷ് 3 പേരെയും പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി പത്രക്കുറിപ്പ് ഇറക്കിയത്. ജില്ലാ നേതൃത്വം അറിയാതെയാണ് രാജേഷ് ഇത്തരത്തിൽ പത്രക്കുറിപ്പ് ഇറക്കിയതെന്ന് വിമത വിഭാഗം ആരോപിച്ചു. തൂപ്പുകാരൻ മുതലാളിയാകരുതെന്ന് വിമത വിഭാഗം ഓർമ്മപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റാണ് നിയോജകമണ്ഡലം ഭാരവാഹികളെ നോമിനേറ്റ് ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തവരെ യാതൊരു കാരണവുമില്ലാതെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാൻ നിയോജകമണ്ഡലം പ്രസിഡന്റിനെ യാതൊരു അധികാരവുമില്ലെന്ന് വിമത വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. തെറ്റായ നടപടി ചെയ്തത് രഹസ്യമായി ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കുന്നതും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി കുന്നംകുളം ലിവ ടവറിൽ രഹസ്യ ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചവരാണ് ജനകീയ ബന്ധമുള്ള നേതാക്കളെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയതായി പത്രക്കുറിപ്പ് ഇറക്കുന്നത്. എന്തിനാണ് രഹസ്യയോഗം ചേർന്നതെന്നും ഇവർ വ്യക്തമാക്കണമെന്ന് വിമത വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. ജനുവരി 18 ബുധനാഴ്ച രാത്രി ചിറക്കൽ സെന്ററിൽ നിന്നും കമ്മിറ്റികളുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ശേഷം ദേശം ചുറ്റി ഇവ പുലർച്ചെ സമാപിക്കും. ജനുവരി 19 വ്യാഴാഴ്ച ഉച്ചയോടെ വീണ്ടും ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ചിറക്കൽ സെന്ററിൽ കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തും. തുടർന്ന് കൂട്ടമേളത്തോടെ നടക്കുന്ന എഴുന്നള്ളിപ്പ് സമാപിക്കും. മേഖലയിലെ
ഉത്സവ പറമ്പുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന കോട്ടോൽ വില്ലന്നൂർ കല്ലായി വളപ്പിൽ ഉപ്പൂക്ക എന്ന മുഹമ്മദ് ഇനി ഓർമ്മകളിൽ. ഉത്സവ പറമ്പുകളിൽ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയിരുന്ന ഉപ്പൂക്കയ്ക്ക് കഴിഞ്ഞ ദിവസം ഹൃദ്രോഗമുണ്ടാവുകയും തുടർന്ന് തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ജീവൻ സംരക്ഷിക്കാനായില്ല. ഉത്സവങ്ങളും ആരവങ്ങളുമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് ഉപ്പൂക്ക യാത്രയായി. ഉപ്പൂക്കയുടെ ഖബറടക്കം നാളെ രാവിലെ 10 മണിക്ക് കോട്ടൂർ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ നടക്കും. ചരമം. വരവൂരിൽ താമസിക്കുന്ന പഴഞ്ഞി തോലത്ത് പരേതനായ ഉക്രുമകൻ ജോർജ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. ശവസംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ 18/1/17 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്നതാണ്. വിപണി. അടയ്ക്ക പഴയത് 4000 രൂപ മുതൽ 4700 രൂപ വരെ, പുതിയത് 3000 രൂപ മുതൽ 3906 രൂപ വരെ, രണ്ടാം തരം 2200 രൂപ മുതൽ 2700 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് കവർച്ച വ്യാപകമാകുന്നു. പോലീസ് നടപടികൾ പഴയതുപോലെ മാത്രം. കേരളത്തെ വരൾച്ച ബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് കുന്നംകുളം മർച്ചന്റ് അസോസിയേഷൻ. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. പൊതു വിദ്യാഭ്യാസ സംരക്ഷണത്തിനായി വിദ്യാഭ്യാസ ശില്പശാല പെരുമ്പിലാവ് TVM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. നൈസ് ടിവിയുടെ ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള ബമ്പർ നറുക്കെടുപ്പ് നടത്തി. കുന്നംകുളം BJPയിൽ ഗ്രൂപ്പ് പോലും ഒഴുകുന്നു. തൂപ്പുകാരൻ മുതലാളിയായെന്ന് വിമത വിഭാഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.